ഹലോ എഴുവൺ, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനും ഏട്ടനും ഇച്ചോട്ടനും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. വയനാട് മുറിക്യാപ്പ് റിസോർട്ടിലേക്കായിരുന്നു നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവിടുത്തെ റിസോർട്ടാണ്. മുറിക്യാപ്പ് റിസോർട്ടിലായിരുന്നു നമ്മൾ 2 ഡേയ്സ് സ്പെൻഡ് ചെയ്തത്. അടിപൊളിയായിട്ടുള്ളൊരു നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ്ങിൽ കുളിച്ച് ഫ്രഷായി അവിടുത്തെ ഒരു പ്ലേ ഗ്രൗണ്ടിൽ പോയിട്ട് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ചെയ്തിട്ട് നമ്മൾ അടുത്തുള്ള 1980s 1980 എന്നൊരു നൊസ്റ്റാൾജിക് റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കിഡു ആണെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അങ്ങനെ ഒരു പഴയകാല ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. വയനാട്ടിലെ ഫേമസ് വൺ ഓഫ് ദി ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. പഴയകാല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. ഇതിൻ്റെ ഒരു മൂവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പോയപ്പോൾ തന്നെ അവിടെ ഒരുപാട് ആക്ടേഴ്സും എല്ലാവരും വന്ന പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പുറത്ത് നമ്മുടെ പഴയകാല രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടത്തേക്ക് വരുന്നത്. അപ്പോൾ ഏട്ടനും ഫസ്റ്റ് ടൈമാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് ഫസ്റ്റ് ടൈമാണ് ഒരു ഫുഡ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അന്ന് വന്നു കേട്ടോ. രാത്രിയിൽ വന്ന് അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ നെക്സ്റ്റ് മോർണിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് ആഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് മോർണിംഗിൽ നമ്മൾ രാവിലെ 10:15 അവിടുത്തെ തൊട്ടടുത്തുള്ള ബാണാസുര ഡാമിലേക്കാണ് യാത്ര പോയത്. അപ്പോൾ ഇനി നമ്മൾ ബാണാസുര ഡാമിൻ്റെ കാഴ്ചകളും പ്രത്യേകതകളൊക്കെയാണ് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ചില്ലായിട്ട് ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോയത്. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു ഇത്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ബാണാസുര ഡാമിലേക്കാണ്. ഹലോ എവരിവൺ, നമ്മളിപ്പോൾ ബാണാസുര ഡാമിലേക്കാണ് പോകുന്നത്. സെക്കൻഡ് ഡേ ആണ്. കാണാം. നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ. നമ്മളിതാ വയനാട് വന്നിട്ട് സെക്കൻഡ് ഡേ ആണ്. നമുക്ക് കാണാം. കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ അകലെ പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ പടിഞ്ഞാറത്തറ എന്ന ഗ്രാമത്തിൽ പശ്ചിമഘട്ടത്തിൽ കബിനി നദിയുടെ പോഷക നദിയായ കരമാൻ തോട് പുഴയ്ക്ക് കുറുകെ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. 1979 ഈ അണക്കെട്ട് നിർമ്മാണം ആരംഭിച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിൽ മണ്ണുകൊണ്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഐ ലവ് വയനാടിൻ്റെ നല്ലൊരു പാട്ട് കേട്ടു. അതെ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് എത്തേണ്ടത്. വണ്ടിയൊക്കെ ഉണ്ട്. നടന്നു പോകാൻ പറ്റാത്തവർക്ക് വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് സെക്കൻഡ് ടൈമാണെന്ന് ഞാൻ അത് പറഞ്ഞു. അതായത് നമുക്ക് ഡാം കാണാം. ഇവിടെ വന്നിട്ട് ഡാം കണ്ടിട്ട് ഇഷ്ടമല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. അണക്കെട്ടിനടുത്തുള്ള മനോഹരമായ മലകളിലേക്ക് സാഹസിക മലകയറ്റം നടത്തുവാനുള്ള ഒരു ഉത്തമ തുടക്ക സ്ഥലം ആണ് ഇവിടം. നമ്മൾ ഇവിടെ എത്തി, മുകളിലേക്ക് എത്തി. ഒരു വിനോദസഞ്ചാര ആകർഷണവുമാണ് ഇവിടം. അണക്കെട്ട് പദ്ധതി പ്രദേശത്തുള്ള സ്ഥലങ്ങളെ വെള്ളത്തിന് അടിയിൽ ആഴ്ത്തിയപ്പോൾ അണക്കെട്ടിനകത്ത് ഏതാനും ദ്വീപുകൾ രൂപപ്പെടുന്നു. ബാണാസുര സാഗർ മലകളുടെ താഴ്വരയിലുള്ള ഈ ദ്വീപുകൾ പ്രകൃതി രമണീയമാണ്. ഇന്ന് അണക്കെട്ട് പൂർത്തിയായെങ്കിലും ബാണാസുര സാഗർ പദ്ധതി പൂർത്തിയായിട്ടില്ല. കരപ്പുഴ ജലവൈദ്യുത പദ്ധതി പോലെ അപൂർണമായ അവസ്ഥയിലാണ് ഈ പദ്ധതിയും. ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ടിന് മുകളിലുള്ള സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കപ്പെട്ടത് ഇവിടെയാണ്.
മണ്ണ് കൊണ്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ടുമാണ് ഇത്. വലിയ പാറകളും കല്ലുകളും മണ്ണുമാണ് ഇതിനായി ഉപയോഗിച്ചത്. 685 മീറ്ററാണ് ഈ അണക്കെട്ടിൻ്റെ നീളം. ബാണാസുര മലകൾക്കിടയിലായി 33 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണുപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 190 കോടി രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. 1979 ആദ്യ അണക്കെട്ട് പണി തീർന്നത്. ഒരു ചെറിയ കനാലും അണക്കെട്ടും ചേർന്ന് ഇന്ത്യൻ ബാണാസുര സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് തുടക്കം. പ്രധാന ലക്ഷ്യം കോഴിക്കോടുള്ള കക്കയം അണക്കെട്ടിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ജലം എത്തിക്കുകയും ജലസേചനത്തിന് ഉപയോഗിക്കുക എന്നതുമായിരുന്നു. വയനാട്ടിലെ മണ്ണ് കൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ. 1979 ഈ അണക്കെട്ട് പണിതത്. കബനി നദിയുടെ കരമന തടിച്ച ഉപഭൂഖണ്ഡത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മഹാബലിയുടെ മകനായ അസുര രാജാവായ ബാണാസുരന് ചുറ്റുമുള്ള കുന്നുകളിൽ കടുത്ത ദേഷ്യം പ്രകടിപ്പിച്ചതായി പറയപ്പെടുന്നു. പാറക്കല്ലുകളാലും പാറകളിലുമെല്ലാം വൻ അണക്കെട്ടാണ് ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ കാഴ്ചകളും ബോട്ടിംഗ് ട്രിപ്പുകളും ഇവിടെയുണ്ട്. ബാണാസുര സാഗർ ഡാം തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. കൂടാതെ ബാണാസുര മലനിരകളും വെള്ളത്തിൽ മുങ്ങിയ മൊട്ടക്കുന്നുകളും പച്ചപ്പും ചേർന്ന് ഒരു സുന്ദര കാഴ്ച തീർക്കുന്നു. നടക്കുവാനുള്ള വിശാലമായ പാതയും ഇരുവശവും നട്ടുപരിപാലിക്കുന്ന ചെടികളും ഈ ഡാമിന് ചുറ്റുമുള്ള കാഴ്ചകളാണ്. പിന്നെ അങ്ങിങ്ങായി ചെറിയ കൂടാരകുടകളും ഇരിപ്പിടങ്ങളും കാണാം. ബാണാസുര സാഗർ ഡാമും അവിടുത്തെ സൗന്ദര്യവും ആസ്വദിച്ച് നമ്മൾ മടങ്ങുകയാണ് കേട്ടോ. അവിടെ നിന്ന് പോകുന്ന വഴിയിൽ ഒരുപാട് മങ്കികളൊക്കെ അവിടെ നിന്ന് കണ്ടു. നമ്മൾ അവരോട് ടാറ്റ ബായ് എന്നൊക്കെ പറഞ്ഞു. പോകുന്ന വഴിയിൽ നമ്മൾ മുളേരി പായസം കുടിക്കാനായിട്ട് ഇറങ്ങി. വരുന്ന സമയത്ത് തന്നെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുളേരി പായസം, വയനാടത്തെ മുളേരി പായസം ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ വഴിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മുളേരി പായസം നമ്മൾ 3 പേരും കുടിച്ചു കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു മുളേരി പായസം. അപ്പോൾ അവർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അപ്പോൾ എന്താ മുളേരി പായസം ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്താ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.